നമസ്കാരം. കേരളത്തിലെ CPM രാഷ്ട്രീയത്തിൽ ഗോവിന്ദനും പിണറായി ഇവര് രണ്ടുപേരാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. വേറെ കുറച്ചുകൂടെ ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ തോന്നിയാസങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കളുടെ അല്ലെങ്കിൽ ജില്ലാ നേതാക്കന്മാരുടെ തോന്നിയാസങ്ങൾ അത് പാർട്ടിയെ ചില്ലറ നഷ്ടങ്ങളൊന്നുമല്ല വരുത്തിയിട്ടുള്ളത്. അഴിമതി, പല രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് കാശ് പിരിച്ചിട്ട് അത് പുട്ടടിക്കല്, ഇതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ വർഗവഞ്ചകൻ. അങ്ങനെ പുറത്തേക്ക് ചാടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ കുറെ പേർ പുറത്തേക്ക് ചാടിയിരുന്നു. അവരൊക്കെ മത്സരിച്ചു വിജയിക്കുകയും ചെയ്തു. അതായത് അവരുടെ മാതൃസംഘടന എട്ടുനിലയിൽ പൊട്ടി മന്ത്രിമാരടക്കം 10-13 പേരടക്കം തോറ്റ് തൊപ്പിയിട്ട് വെള്ളം കോരിയ സമയത്താണ് ഇവർ ഈ വർഗവഞ്ചകർ ജയിച്ചെന്ന് ഓർക്കണം. അതല്ല ഇപ്പൊ കഷ്ടം. 10 കൊല്ലം ഇവിടെ ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിയമസഭയിൽ എത്തുകയാണ്. തോറ്റ് തുന്നമ്പാടി CPM കൂട്ടപ്പൊരിച്ചിൽ നടക്കുമ്പോൾ നിയമസഭയിലെ ആദ്യ ദിവസം തന്നെ എങ്ങനെയാണ് നേരിടുക എന്ന് ആലോചിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവായിട്ട് കഷ്ടിച്ച് കടന്നുകൂടിയിട്ടുള്ള പിണറായി വിജയന്റെ ഒരു മാനസിക നില. ഖജനാവിലെ പണം വലിച്ചെറിഞ്ഞ് KSRTC ബസ്സുകളിൽ വരെ സ്വന്തം മുഖം പ്രദർശിപ്പിച്ച് PR വർക്ക് നടത്തിയൊന്നും ജനങ്ങളുടെ മുന്നിൽ വിലപ്പോയില്ലെന്ന് പാവം പാർട്ടി സഖാക്കൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. നിലവില് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് പിണറായിക്കെതിരെ അണികൾ കട്ട കലിപ്പിലാണ്. സംഗതി കടുക്കുമെന്ന് കണ്ടതോടെ പോളിറ്റ് ബ്യൂറോയിൽ പ്രതിപക്ഷ നേതാവാകാൻ പിണറായി തന്നെ നേരിട്ട് കൈപൊക്കേണ്ടി വന്നു. പങ്കെടുത്ത 17 പേരിൽ 10 പേരുടെ പിന്തുണയോടെയാണ് പുള്ളി കസേരയിൽ ഇരിക്കുന്നത്. അതിൽ ഒടുവിലത്തെ വോട്ട് പിണറായിയുടേത് തന്നെയായിരുന്നു എന്നത് വേറെ കാര്യം. ഗോവിന്ദൻ മാഷും വിജയരാഘവനും ബേബിയും ഒക്കെ കൂറുമാറിയിരുന്നെങ്കിൽ കഥ മാറിയനെ. പക്ഷെ ഇപ്പൊ പിണറായി അലട്ടുന്ന യഥാർത്ഥ വില്ലൻ പാർട്ടിയിലെ കലാപമല്ല. പാർട്ടിയില് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിൽ ശക്തമായ എതിർപ്പുണ്ട്. ജില്ലാ കമ്മിറ്റിയൊക്കെ അരച്ചു കലക്കി കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കുമെന്നുള്ളൊരു അവസ്ഥയിലാണ്. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ ഒരു പ്രശ്നം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ കസേരയിൽ ഇരിക്കാൻ പോകുന്ന സാക്ഷാൽ G. സുധാകരനാണ്. പുതിയ MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ ഗവർണർ ചുമതലപ്പെടുത്തുന്നത് സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള G. സുധാകരനെയാണ്. സോഷ്യൽ മീഡിയയും ട്രോളന്മാരും ഇപ്പോൾ തന്നെ കാത്തിരിക്കുന്നത് ഒരു അപൂർവ നിമിഷത്തിനാണ്. പണ്ട് തന്റെ കണ്ണിലെ കരടായിരുന്ന, തന്നെ പാർട്ടിയിൽ നിന്ന് വെട്ടിനിർത്താൻ നോക്കിയ പിണറായി വിജയൻ നിയമസഭയിലെ ആദ്യ ദിനം തന്നെ സുധാകരന്റെ മുന്നിൽ വന്ന് വണങ്ങി നിന്ന് സാർ എന്ന് വിളിച്ച് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലുന്ന ആ രാഷ്ട്രീയ മുഹൂർത്തമുണ്ടല്ലോ, ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ കടുത്ത അപമാനം ഒഴിവാക്കാൻ പിണറായി ഒരു പ്ലാൻ B തയ്യാറാക്കുന്നുണ്ട് എന്നാണ് വിവരം. അതായത് ആദ്യ ദിവസം സുധാകരന്റെ മുന്നിൽ വരാതിരിക്കാൻ വേണ്ടി പുള്ളി നിയമസഭയിൽ നിന്ന് മുങ്ങാൻ സാധ്യതയുണ്ടത്രേ. ആദ്യ ദിനം വരാതിരുന്നാൽ പ്രോടൈം സ്പീക്കറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരില്ല. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ പറ്റൂല എന്നൊരു ചെറിയൊരു നഷ്ടമേ ഉള്ളൂ. തോക്കുമെന്ന് ഉറപ്പുള്ള സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട എന്ന് വെച്ചാൽ ഈ പ്രശ്നം തീരും. അതിനുശേഷം 22-ാം തീയതി UDF-ന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒറിജിനൽ സ്പീക്കറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ മുന്നിൽ വന്ന് നിന്ന് സാവധാനം സത്യപ്രതിജ്ഞ ചെയ്യാം എന്നതാണ് പിണറായി ക്യാമ്പിന്റെ ആലോചന. ഏതായാലും G. സുധാകരന്റെ മുഖത്ത് നോക്കി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്ന ആ സുന്ദര നിമിഷം കാണാനിരുന്ന സോഷ്യൽ മീഡിയയിലെ പാവം പ്രേക്ഷകർക്ക് ഇതൊരു കടുത്ത നിരാശയായിരിക്കും. സുധാകരനെ പേടിച്ച് പിണറായി ആദ്യ ദിവസം തന്നെ സഭയിൽ നിന്ന് മുങ്ങുമോ, അതോ കടിച്ചുകൂട്ടി സുധാകരന്റെ മുന്നിൽ നിൽക്കുമോ, വണങ്ങി നിന്ന് സാറെന്ന് വിളിക്കുമോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം സോഷ്യൽ മീഡിയയ്ക്കാണല്ലോ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളത്. Different angles. Don't forget to subscribe and support this channel.